Hi everyone, welcome to Financial Management. Today we continue our discussion on payback method. So in the previous class we started studying about payback period, time that a project requires to recover the money invested in it. It is mostly expressed in years. The formula. So the first formula what we studied was when the net annual cash inflow is equal. So in order to calculate payback period we need cash inflow. So the first condition is when the net cash inflow is equal, then the payback period of the project can be computed by applying the simple formula. What is the formula? That is payback period is equal to investment required. That is a total investment divided by net annual cash inflow. That means the cash inflow per year. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. Now the second condition, when the project generate inconsistent or unequal cash inflow, that is different cash inflow in different periods. ഓരോ വർഷവും ആ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ, അതായത് പ്രോഫിറ്റ്, അത് വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ആ ഫോർമുലയാണ് പേബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു Y പ്ലസ് B ബൈ C. Y എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ദ ഇയർ ബിഫോർ ഇയർ ഓഫ് റിക്കവറി. നമ്മുടെ എമൗണ്ട് എത്രയാണ് ആവശ്യം, ആ ഫുൾ റിക്കവറി നടക്കുന്നതിന് മുമ്പുള്ള ഇയറിനെയാണ് Y ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിക്കവേർഡ് കോസ്റ്റ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ അൺറിക്കവേർഡ് എമൗണ്ട് എന്ന് പറയാൻ സാധിക്കും. അൺറിക്കവേർഡ് എമൗണ്ടിനെയാണ് B എന്ന് പറയുന്നത്. C എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഡ്യൂറിങ് ദി ഇയർ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പേബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഈ ഇക്വേഷൻ ആദ്യം ഓർത്തിരിക്കുക. പേബാക്ക് പീരീഡ് ഇസ് ഈക്വൽ ടു Y പ്ലസ് B ബൈ C. Y എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷമാണ്. B എന്ന് പറയുന്നത് അൺറിക്കവേർഡ് എമൗണ്ട് ആണ്. C എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ഡ്യൂറിങ് ദി ഫൈനൽ ഇയർ ഓഫ് റിക്കവറിയാണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആകും, ശ്രദ്ധിക്കുക. So this is the problem. An investment of rupees 2 lakh is expected to generate the following cash inflows in 6 years. Year 1 rupees 70,000, year 2 rupees 60,000, year 3 rupees 55,000, year 4 rupees 40,000, year 5 rupees 30,000, year 6 rupees 25,000. Compute payback period of the investment. So this is the problem. From the problem we can say that, see, an investment of rupees 2 lakh, that means the initial investment or cash outflow is 2 lakh. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. പിന്നെ അതിൻ്റെ 6 വർഷം ആണ് അതിൻ്റെ ലൈഫ് ഉള്ളത്. 6 ഇയേഴ്സ് കൊണ്ട് ഓരോ വർഷവും ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. കമ്പനിയിലേക്ക് തിരിച്ചു വരുന്ന എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ 70,000 ആണ്, സെക്കൻഡ് ഇയറിൽ 60,000, തേർഡ് ഇയറിൽ 55,000. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ക്യാഷ് ഇൻഫ്ലോ ഈസ് അൺഈക്വൽ. ദെൻ നമ്മൾ പേബാക്ക് പീരീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ പേബാക്ക് പീരീഡിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് സെക്കൻഡ് ഇക്വേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായോ?
So when the cash inflows are unequal, you have to find out payback period using the second formula. That is payback period is equal to Y plus B by C. ഇനി ഇവിടെ എങ്ങനെയാണ് Y കണ്ടുപിടിക്കേണ്ടത്, B കണ്ടുപിടിക്കേണ്ടത്, C അത് ആൻസർ നോക്കാം. ഓക്കെ, ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ടേബിൾ ഫസ്റ്റ് കോളത്തിൽ ഇയർ മെൻഷൻ ചെയ്യുക. ഇവിടെ 6 വർഷമാണ്. സോ 1 2 3 4 5 6. സെക്കൻഡ് കോളത്തിൽ ഓരോ വർഷവും കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ കാണിക്കുക. സെക്കൻഡ് കോളത്തിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് എഴുതിയിട്ട് 70,000 60,000 55,000 40,000 ഇങ്ങനെ തന്നിട്ടുള്ള എമൗണ്ടുകൾ എടുത്തെഴുതുക. സെക്കൻഡ് കോളത്തിൽ ക്യാഷ് ഇൻഫ്ലോ ആണ് കാണിക്കേണ്ടത്. തേർഡ് കോളത്തിൽ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കാണിക്കുക. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ടിനെ തൊട്ട് മുമ്പത്തെ വർഷത്തെ എമൗണ്ട് കൊണ്ട് ആഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഇയറിൽ നാച്ചുറലി സെയിം എമൗണ്ട് തന്നെ എഴുതുക, 70,000. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലെ 70,000 കൂടി സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോ ആഡ് ചെയ്യുക. അതായത് 70,000 പ്ലസ് 60,000. സോ 1,30,000. അഗൈൻ തേർഡ് ഇയറിലെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യൂ. ദാറ്റ് ഈസ് 1,30,000 പ്ലസ് 55,000 which will be equal to 1,85,000. Like that you have to add the previous year cumulative with the next year's cash inflow. So you get for the fourth year 2,25,000, fifth year 2,55,000 and sixth year 2,80,000. So now we completed the table. Now we have to find out the values for Y, B and C. Y means the year prior to the year of final recovery. So what is the cash outflow in this problem? Cash outflow is 2 lakh. So look at the cumulative cash inflow column. In which year we recover 2 lakh? So in the third year we get only 1,85,000. So we have to recover 2 lakh. So 2 lakh is recovered somewhere during the fourth year. So the full recovery takes place during fourth year. Therefore, Y will be 3 in this case. So what is Y? Y is the year prior to the year of final recovery. Final recovery തൊട്ട് മുൻപുള്ള വർഷത്തിനെയാണ് Y ആയിട്ട് എടുക്കേണ്ടത്. സോ ഇൻ ദിസ് പ്രോബ്ലം Y ഈസ് 3. നെക്സ്റ്റ് B. B ഈസ് അൺറിക്കവേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ 3 വർഷം കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 1,85,000 ആണ്. ഫുൾ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ടു ബി റിക്കവേർഡ് എന്ന് പറയുന്നത് 2 lakh ആണ്. സോ 2 lakhൽ നിന്നും 1,85,000 മൈനസ് ചെയ്യണം. Therefore, unrecovered investment is equal to initial cost minus cumulative cash inflow at the end of third year, which is equal to initial cost is 2 lakh and cumulative cash inflow at the end of third year is 1,85,000. So we will get B is equal to 15,000. Next C. C means cash inflow at the year of final recovery. ഇവിടെ ഇയർ ഓഫ് ഫൈനൽ റിക്കവറി എന്ന് പറയുന്നത് ഫോർത്ത് ഇയർ ആണ്. അപ്പോൾ ഫോർത്ത് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോ ആണ് സി ആയിട്ട് എടുക്കേണ്ടത്. സോ സി ഈസ് ഈക്വൽ ടു 40,000. Substituting the value in the equation, we get payback period is equal to 3 plus 15,000 divided by 40,000. So the final answer will be 3.375 years. So in this problem, we can understand that the payback period is 3.37 years. That means
within 3.375 years we can recover the full amount of cash outflow or the amount invested.